കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യ ആൺസുഹൃത്ത് മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതിനെ തുടർന്നല്ലെന്ന് കുറ്റപത്രം. ആൺസുഹൃത്ത് റമീസ് ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ നിരാശയിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. റമീസിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. കേസിൽ പെൺകുട്ടിയുടെ കുടുംബവും ബിജെപിയും NIA അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെ? അവിടെ ഏകദേശം 2 മാസം മുൻപാണ് മൂവാറ്റുപുഴയിൽ ഈ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ റമീസിനെയും മാതാപിതാക്കളെയും സുഹൃത്തുക്കളെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രധാനമായും പെൺകുട്ടി ഈ മതപരിവർത്തനത്തിന് നിർബന്ധിതയായി അല്ലെങ്കിൽ ലവ് ജിഹാദ് ഇവിടെ നടന്നുവെന്ന് ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുകയും അതിന് പിന്നാലെ BJP വാദം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കുകയും NIA അന്വേഷണം നടത്തണമെന്നും നിർബന്ധിത മതപരിവർത്തനം ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്നും ഈ പെൺകുട്ടി റമീസിന്റെ വീട്ടിൽ 1-ാം പ്രതിയായ റമീസിന്റെ വീട്ടിൽ ക്രൂരമായ ഉപദ്രവങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായി എന്നും ആരോപിച്ചിരുന്നു. ഏതായാലും ഈ മതപരിവർത്തന ആരോപണം അല്ലെങ്കിൽ ലവ് ജിഹാദ് ആരോപണം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം, മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ആൺസുഹൃത്തായ റമീസ് ബന്ധം ഒഴിഞ്ഞതിലുള്ള സങ്കടത്തെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് നിലവിൽ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. കേസിൽ ആൺസുഹൃത്തായ റമീസിനെ 1-ാം പ്രതിയാക്കിയാണ് കുറ്റപത്രം. അതായത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം, ആത്മഹത്യാ പ്രേരണ കുറ്റം, ദേഹോപദ്രവം തുടങ്ങിയ കുറ്റങ്ങളാണ് റമീസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ റമീസിന്റെ മാതാപിതാക്കൾക്കും സുഹൃത്തിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഏതായാലും കുറ്റപത്രം കോടതിയിൽ ഉടൻ തന്നെ സമർപ്പിക്കും. ഏതായാലും വലിയ തോതിലുള്ള വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യ. പ്രത്യേകിച്ച് BJP കൂടി ഇതിലേക്ക് ഇടപെട്ടതോടുകൂടി ഏതായാലും BJPയുടെ വാദം പൂർണ്ണമായി തള്ളിക്കൊണ്ടുള്ളതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രം. അമൃത.